ചില പ്രശ്നം നടന്നവർ ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഈശോയും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാര് ഈശോയെ ഒരു ദേവാലയം കാണിച്ചു, ജെറുസലേം ദേവാലയത്തിന്റെ പ്രൗഢി കാണിച്ചുകൊണ്ട് ഈശോയോട് പറയുകയാണ്, എത്ര മനോഹരമായിട്ടുള്ള ദേവാലയം അല്ലെ. ഈശോ തിരിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും അല്ലെ. ഈശോ പറഞ്ഞൊരു പ്രപഞ്ച സത്യമായിരുന്നു. ഈശോ ആ സമയത്ത് സൂചിപ്പിച്ചത് ജെറുസലേം ദേവാലയത്തിനെ കുറിച്ചാണെങ്കിലും ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തില് ഞാനും ഈ പറയുന്ന എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥ വരുമെന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ മരണത്തിന് ശേഷം ഞാനും ഈ നിലയിൽ, എൻ്റെ ശരീരവും ഈ നിലയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കെട്ടിടം തകർക്കപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ ശരീരവും ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ അതും മണ്ണിനോട് ഇഴുകി ചേരുമെന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും നശിക്കാത്ത ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്, അനശ്വരമായിട്ടുള്ള നമ്മുടെ ആത്മാവ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വചനം നമ്മൾ ധ്യാനിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെടുന്ന വസ്തുക്കൾക്കാണോ അത് അനശ്വരമായിട്ടുള്ള വസ്തുക്കൾക്കാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? എൻ്റെ ചുറ്റിലുമുള്ള വസ്തുക്കൾ, എൻ്റെ ശരീരം, അതിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതോ ഒരിക്കലും നശിച്ചു പോകാത്ത എൻ്റെ ആത്മാവിനാണ്? സ്നേഹമുള്ളവർ, നമ്മുടെ ആത്മാവിനെ ഇതിനോട് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.